Dear students, welcome to the class of fluid mechanics. In this class, we will discuss the topic types of fluid flows or classification of fluid flows. They are steady and unsteady flows, uniform and non-uniform, laminar and turbulent, compressible and incompressible, rotational and irrotational, then one-dimensional, two-dimensional and three-dimensional flows. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോസ്. അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? സ്റ്റഡി ഫ്ലോ ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദ ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി എക്സെട്ര അറ്റ് എ പോയിന്റ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഹൗവെവർ ദ ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക് മേ ബി ഡിഫറെൻ്റ് അറ്റ് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. സ്റ്റഡി ഫ്ലോ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ ടൈമിനനുസരിച്ചിട്ട് ചേഞ്ച് ഇല്ല. ഓക്കെ, സ്റ്റഡി അല്ലെങ്കിൽ അൺസ്റ്റഡി എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു ടൈമാണ്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഓക്കെ, ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ടാവും, പക്ഷേ എന്താണ്, ഒരു കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നില്ല. എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു ഫിക്സഡ് പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഫിക്സഡ് ലൊക്കേഷൻ. അവിടെയില്ല വെലോസിറ്റി ഞാൻ മെഷർ ചെയ്യുന്നത്. അവിടെയുള്ള വെലോസിറ്റിക്ക് ടൈമിനനുസരിച്ചിട്ട് ചേഞ്ച് വരുന്നില്ല എന്ന് വെച്ചോ, എനിക്ക് എന്താ പറയുക, ആ സ്റ്റഡി ഫ്ലോ ആണെന്ന് പറയാം. ഓക്കെ, ദ പ്രോപ്പർട്ടീസ് അറ്റ് എ പോയിന്റ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഇവിടെയുള്ള വെലോസിറ്റി ഞാനിപ്പോൾ മെഷർ ചെയ്യുന്നത് അതൊരു 10 m/s എനിക്കിപ്പം കിട്ടുന്നു. ഓക്കെ, ഇനി 1 മിനിറ്റ് ടൈം ശേഷം ഞാൻ ആദ്യം മെഷർ ചെയ്യുന്നത് സെയിം അവിടെ ഇല്ല, ആ സെയിം പോയിന്റിൽ വെലോസിറ്റി എനിക്ക് എന്താ കിട്ടുന്നത്, സെയിം 10 m/s കിട്ടുന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഫ്ലോ സ്റ്റഡിയാന്ന് പറയാം. ടൈം ചേഞ്ച് ചെയ്തു അവിടെ, പക്ഷേ എന്താണ്, ആ ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഫിക്സഡ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. പക്ഷേ എന്താ, ഇപ്പം ഞാൻ ഈ ലൊക്കേഷൻ മാറി അടുത്ത ലൊക്കേഷൻ എടുക്കുന്നത്, അങ്ങനെ പ്രോപ്പർട്ടി സെയിം ആണെന്നല്ല പറയുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫിക്സഡ് പോയിന്റിൽ എന്താണ്, ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താണ്, പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നില്ല. അതാണ് സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ദ ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് മേ ബി ഡിഫറെൻ്റ് അറ്റ് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. അതായത് ഈ ഒരു ലൊക്കേഷനിലും അടുത്ത ലൊക്കേഷൻസിലും അങ്ങനെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താണ്, പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുക. പക്ഷേ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താണ്, പ്രോപ്പർട്ടീസിന് വേരിയേഷൻ ഇല്ല. അത്തരം ഫ്ലോ ആണെന്ത്, സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. ഇഫ് ദ ഫ്ലൂയിഡ് പാരാമീറ്റർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ സിംബൽ പി, ദെൻ മാത്തമാറ്റിക്കലി ഫോർ എ സ്റ്റഡി ഫ്ലോ ഡോ പി ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0. പി എന്ന് വെച്ചാൽ ഏത് ഫ്ലൂയിഡ് പാരാമീറ്ററും ആവാം, ഡെൻസിറ്റിയോ പ്രഷറോ അല്ലെങ്കിൽ വെലോസിറ്റിയോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. അത് സ്റ്റഡി ഫ്ലോനെ മാത്തമാറ്റിക്കലി അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഡോ പി ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0. മീൻസ് എന്താ, അതിൽ ഏതാണ് ടേം 0 ആവുക, ഡോ പി 0 ആയിരിക്കും അല്ലേ. പി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ് വിത്ത് ചേഞ്ച് ഇൻ ടൈം. ഡോ ടി ചേഞ്ച് ചെയ്യും, ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഡോ ടിക്ക് എന്താണ്, ഒരു നോൺ സീറോ വാല്യൂ ഉണ്ട്. പക്ഷേ ഡോ പി എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം എന്താ, പി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡോ പി എന്തായിരിക്കും, ചേഞ്ച് ഇൻ ദാറ്റ് പ്രോപ്പർട്ടി എന്തായിരിക്കും, 0 ആയിരിക്കും. ഇങ്ങനെയാണ് മാത്തമാറ്റിക്കലി സ്റ്റഡി ഫ്ലോനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്താ പറയുക, ഫ്ലോ ഓഫ് വാട്ടർ ഇൻ എ പൈപ്പ് ലൈൻ ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ പമ്പ് റൺ അറ്റ് യൂണിഫോം സ്പീഡ്. ഇനി അൺസ്റ്റഡി ഫ്ലോ എന്തായിരിക്കും, ടൈമിനനുസരിച്ച് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്, സ്റ്റഡിയാണ്. എന്നാൽ അൺസ്റ്റഡി എന്തായിരിക്കും, ടൈം ചേഞ്ച് ചെയ്യുമ്പം പ്രോപ്പർട്ടിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് that type of flow in which the fluid characteristics like velocity, pressure, density etc. at a point changes with respect to time. ഈ ഒരു പോയിന്റ് അവിടെയുള്ള വെലോസിറ്റി ഞാൻ മെഷർ ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് എത്ര കിട്ടി, ഒരു 10 m/s കിട്ടി. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ മെഷർ ചെയ്യുന്നത് അത് 15 m/s ആയി. എന്തായി, ഞാൻ കൺസിഡർ ചെയ്യുന്ന ആ പോയിന്റിൽ എന്താണ്, അവിടെ ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, സ്റ്റഡി അൺസ്റ്റഡി പറയുന്ന സമയത്ത് നമ്മൾ ലൊക്കേഷൻ ഫിക്സ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം എന്താണ്, ടൈം ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, ഫിക്സഡ് പോയിൻ്റാണ്, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇനി സ്റ്റഡി ഫ്ലോൻ്റെ കേസിൽ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ കൊടുക്കുക, പി ഒരു ഫ്ലൂയിഡ് പാരാമീറ്റർ ആണെങ്കിൽ ഡോ പി ബൈ ഡോ ടി നോട്ട് ഈസ് ഈക്വൽ ടു 0. അതിൻ്റെ മീനിങ് എന്താണ്, ഡോ ടി ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതെന്താണ്, നോൺ സീറോ വാല്യൂ ആണ്. ആ സമയത്ത് എന്താണ്, ഡോ പിയും നോൺ സീറോ വാല്യൂ ആണ്. ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ ആരും ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടിയും ചേഞ്ച് ഉണ്ട്. എക്സാമ്പിൾ അങ്ങനെ പറയാം, ലിക്വിഡ് ഫ്ലോ ഇൻ സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്സ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. അടുത്തത് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോസ്. അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന യൂണിഫോം ഫ്ലോ ആണ്.
It is defined as that type of flow in which flow parameters at a given time does not change with respect to space, that is length of direction of flow. യൂണിഫോം ഫ്ലോ പറയുന്നത് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ലൊക്കേഷനാണ്. സ്റ്റഡി പറഞ്ഞത് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി ചേഞ്ച് ഇല്ല, അതാണ് സ്റ്റഡി. യൂണിഫോം എന്താണ്? ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നു. ഞാൻ കുറച്ച് ലൊക്കേഷൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ ചേഞ്ച് ഉണ്ടല്ലേ. ഞാൻ ഒരു ടൈം അറ്റ് എ ടൈം ഒരു ഫിക്സഡ് ടൈമിൽ ഞാൻ ഈ 4 ലൊക്കേഷനിലെയും വെലോസിറ്റി മെഷർ ചെയ്യുന്നു. 4 ലൊക്കേഷനിലും എനിക്ക് സെയിം വെലോസിറ്റിയാണ് കിട്ടുന്നതെങ്കിൽ, അറ്റ് എ ഫിക്സഡ് ടൈം 4 ലൊക്കേഷനിലും സെയിം വെലോസിറ്റിയാണ് കിട്ടുന്നതെങ്കിൽ എന്ത് പറയാം? അത് യൂണിഫോം ഫ്ലോ ആണ്. ശ്രദ്ധിക്കണം, ടൈം ഇവിടെ ഫിക്സഡ് ആണ്. ഓക്കെ, ആരാ ചേഞ്ച് ചെയ്യുന്നത്? ലൊക്കേഷൻ ചേഞ്ച് ചെയ്തു. ആ എല്ലാ ലൊക്കേഷനിലും സെയിം പാരാമീറ്റർ കിട്ടുന്നുണ്ടെങ്കിൽ യൂണിഫോം ഫ്ലോ എന്ന് പറയും. മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഡോ പി ബൈ ഡോ എസ് ഈസ് ഈക്വൽ ടു 0. ഡോ പി എന്താണ്? ചേഞ്ച് ഇൻ എനി ഫ്ലൂയിഡ് പാരാമീറ്റർ. ഡോ എസ് എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ഫ്ലോ ഇൻ ദി ഡയറക്ഷൻ എസ്. ഞാൻ എടുത്തിരിക്കുന്ന ഡയറക്ഷൻ ഇത് എസ് ഡയറക്ഷൻ ആണെന്നാണ്. ആ സമയത്തുണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത്ത്. ഓക്കെ, ആ ചേഞ്ച് ഇൻ ലെങ്ത്ത് അല്ലെങ്കിൽ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ പ്രോപ്പർട്ടിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്? 0 ആണ്. അതാണെന്ത്? യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് എന്താ പറയുക? ഫ്ലോ ത്രൂ യൂണിഫോം ഡയമീറ്റർ പൈപ്പ്. ഡയമീറ്റർ ചേഞ്ച് ഇല്ലാത്തൊരു പൈപ്പിലൂടെയുള്ള ഫ്ലോ എന്താണ്? അലോങ് ദി ലെങ്ത്ത്. അത് യൂണിഫോം ഫ്ലോ ആയിരിക്കും. അടുത്തത് നോൺ യൂണിഫോം ഫ്ലോ. എന്തായിരിക്കും നോൺ യൂണിഫോം എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ഫ്ലോ പാരാമീറ്റേഴ്സ് അറ്റ് എൻ ഗിവൺ ടൈം ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു സ്പേസ്. ഇവിടെ എന്താണ്? ടൈം ഫിക്സഡ് ആണ്. ലൊക്കേഷനാണ് ഞാൻ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ 3 ലൊക്കേഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇത് നോൺ യൂണിഫോം ഫ്ലോ ആണെങ്കിൽ എന്താ? അറ്റ് എ ടൈം ഇവിടെ ഇല്ലതും വെലോസിറ്റി ഞാൻ മെഷർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡിഫറൻറ്റ് വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ 10 ആയിരിക്കും, 15 ആയിരിക്കും, 20 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്? ആ പൈപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെന്താ? കൺവേർജിങ് ടൈപ്പാണ് അല്ലേ. ഏരിയ കുറഞ്ഞു വരികയെന്ന്. ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പം ഏരിയ കുറയുന്നത് മീൻസ് എന്താ? ഏരിയ കുറയുമ്പം വെലോസിറ്റി കൂടും. എന്തായിരിക്കും? നോൺ യൂണിഫോം ഫ്ലോ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതായത് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അറ്റ് എ ഗിവൺ ടൈം ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. എക്സാമ്പിൾ എന്താ പറയുക? ഫ്ലോ ഇൻ കൺവേർജിങ് ഓർ ഡൈവേർജിങ് പൈപ്സ്. അടുത്തത് ലാമിനാർ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോസ്. ഫസ്റ്റ് വൺ, ലാമിനാർ ഫ്ലോ. The highly ordered fluid motion characterized by smooth layers of fluid is called laminar flow. Laminar flow is defined as that type of flow in which the fluid particles move along well-defined paths or streamlines, and all streamlines are straight and parallel. Thus, particles move in lamina or layers, gliding smoothly over adjacent layer. ലാമിനാർ ഫ്ലോ എന്ന് വെച്ചാൽ ഹൈലി ഓർഡേർഡ് ഫ്ലൂയിഡ് മോഷനാണ്. ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ലാമിനാർ ഫ്ലോ എന്ന്. അതായത് അതിൻ്റെ ഫ്ലൂയിഡ്സ് എങ്ങനെയാണ്? ഒരു വെൽ ഡിഫൈൻഡ് പാത്തിലൂടെയാണ് ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു ലെയർ ബൈ ലെയറായിട്ട് ഒരു ലെയറിൻ്റെ മുകളിൽ കൂടെ അടുത്ത ലെയർ ഗ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ടാവും. അല്ലാണ്ട് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ സിക്സ് ആയിട്ടൊന്നും മൂവ് ചെയ്യുന്നുണ്ടാവില്ല. ഹൈലി ഓർഡേർഡായിട്ട് അതിൻ്റെ പാത്തിലൂടെ മൂവ് ചെയ്യുന്നത്. അത്തരം ടൈപ്പ് ഫ്ലോ ആണെന്ത്? ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രീം ലൈൻസ് എന്നെല്ലാം പറഞ്ഞ ടേം ഉണ്ട്. അതൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കാനുണ്ട്. അന്നേരം അത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുക. ഇപ്പം ലാമിനാർ എന്ന് വെച്ചാൽ എന്താണ്? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അത്രയും ഓർഡേർഡായിട്ട് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിന് അത്തരം ടൈപ്പ് ഫ്ലോ ആണെന്ന് പറയുന്നത് ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഫ്ലോ ഈസ് ഓൾസോ കോൾഡ് സ്ട്രീം ലൈൻ ഫ്ലോ ഓർ വിസ്കസ് ഫ്ലോ. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഫ്ലോ ഓഫ് ഹൈ വിസ്കോസിറ്റി ഫ്ലൂയിഡ്സ് സച്ച് ആസ് ഓയിൽ അറ്റ് ലോ വെലോസിറ്റീസ്. അതായത് ഹൈലി വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ചെറിയ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത്. അതെന്തിനാണ്? ലാമിനാർ ഫ്ലോന് എക്സാമ്പിളായിട്ട് പറയാം. നമ്മളെ പ്രാക്ടിക്കൽ കേസിൽ വരുന്ന ഫ്ലോസൊക്കെ എന്തായിരിക്കും? ടർബുലൻ്റ് ആയിരിക്കും. നമ്മൾ ഇപ്പം വീട്ടിലൊക്കെ കാണുന്നത് പൈപ്പിലൂടെ എല്ലാം വെള്ളം പോകുന്നുണ്ടല്ലേ. അതിങ്ങനെ ആയിരിക്കുമോ പോകുന്നത്? ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അത്രക്കും നല്ല ഡിസിപ്ലിനായിട്ട് ഹൈലി ഓർഡേർഡായിട്ട് പോകുന്നുണ്ടോ? ഇല്ല. നമ്മളെ കേസൊക്കെ എന്തായിരിക്കും? ടർബുലൻറ്റ് ഫ്ലോ ആയിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ ഒട്ടുമിക്കതും കാണുന്നത്. അടുത്ത സെക്കൻഡ്, ടർബുലൻറ്റ് ഫ്ലോ. ഇത് കണ്ടാൽ ഈ ഫിഗർ കണ്ടാൽ തന്നെ എന്താണ് ലാമിനാറും ടർബുലൻറ്റും തമ്മിൽ ഡിഫറൻസ് ഫിഗർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. എന്താണ് ടർബുലൻറ്റ് ഫ്ലോ?
The highly disordered fluid motion that typically occurs at high velocities and is characterized by velocity fluctuation is called turbulent flow. ഇവിടെ എന്താണ്, പാർട്ടിക്കിൾ അറ്റ് എ സ്പെസിഫൈഡ് ഒരു ലൊക്കേഷനിൽ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ? ഇല്ല. അതിന് അവിടെ എന്താണ്, ഗ്രേറ്റർ ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്. ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന് എന്താണ്, ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ആർ സബ്ജക്റ്റഡ് ടു ഹൈ ഫ്ലക്ച്വേഷൻസ്. അതായത് അപ്പോൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, സിക്സാഗ് മാനറിലാണത് മൂവ് ചെയ്യുന്നത്. ഈ സിക്സാഗ് മൂവ്മെൻ്റൊക്കെ നടക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്, എഡ്ഡീസ് ഫോം ചെയ്യും. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നതാണ് അങ്ങനെ എഡ്ഡീസ് ഫോം ചെയ്യും. ആ എഡ്ഡീസ് എന്താണ്, ആക്ച്വലി ഫ്ലോ എനർജി ലോസ് ആണ് ശരിക്കും കാണിക്കുന്നത്. ഓക്കെ, ടർബുലൻ്റ് ഫ്ലോയിൽ എന്താണ്, അതുകൊണ്ട് എനർജി ലോസ് ഉണ്ടാവും. അതിന് എക്സാമ്പിളായിട്ട് എന്ത് പറയുക, ദ ഫ്ലോ ഓഫ് ലോ വിസ്കോസിറ്റി അറ്റ് ഹൈ വെലോസിറ്റി ഈസ് ടിപ്പിക്കലി ടർബുലൻറ്റ്. അതായത് ലോ വിസ്കോസിറ്റി ഫ്ലൂയിഡ്സ്, ഫോർ എക്സാമ്പിൾ എയർ, വാട്ടർ പോലെ ലോ വിസ്കോസിറ്റി ഫ്ലൂയിഡ് ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതാണ് ടർബുലൻറ്റ് ഫ്ലോ. ടർബുലൻറ്റ് ഫ്ലോ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് പറഞ്ഞാൽ സിക്സാഗ് അല്ലെങ്കിൽ ഡിസോർഡേർഡ് മൂവ്മെൻ്റ് ആയിരിക്കും അതിന് ഉണ്ടാവുക. പിന്നെ എക്സാമ്പിൾ എന്താണ്, നമുക്ക് ഡയറക്റ്റ് കാണുന്ന എന്താണ്, ഫ്ലോ ഇൻ റിവേഴ്സ്, വാട്ടർ സപ്ലൈ ലൈൻസ്. ഇവിടെയൊക്കെയല്ലേ ഫ്ലൂയിഡിൻ്റെ മോഷൻ എന്തായിരിക്കും, ടർബുലൻറ്റ് ഫ്ലോ ആയിരിക്കും. ഇനി ഒരു ഫ്ലോ ലാമിനാറാണോ ടർബുലൻ്റ് ആണോ നോക്കാൻ വേണ്ടി നമുക്കൊരു നമ്പർ ഉണ്ട്, റെയ്നോൾഡ്സ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പർ എന്ന് വെച്ചാൽ 2 ഫോഴ്സിൻ്റെ റേഷ്യോ ആയിട്ട് വരുന്നത് ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ്. ഇതിൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ അല്ലെങ്കിൽ അതിന് വാല്യൂന് താഴെയാണെങ്കിൽ എന്താണ്, ലാമിനാർ ആയിരിക്കും അല്ലെങ്കിൽ ടർബുലൻ്റ് ആയിരിക്കും. ഇൻറ്റേർണൽ ഫ്ലോൻ്റെ കേസിൽ, അതായത് പൈപ്പ് ഫ്ലോ, ഫ്ലൂയിഡ് ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ അതിൻ്റെ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് മുമ്പ് പഠിക്കാനുണ്ട്. അങ്ങനെ എനിക്ക് ആ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നത്, കണ്ടുപിടിച്ച സമയത്ത് എനിക്ക് ആ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ ലെസ് ദാൻ 2000 ആണെന്ന് കിട്ടി. അങ്ങനെ എന്തായിരിക്കും, ആ ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ആയിരിക്കും. മീൻസ് റെയ്നോൾഡ്സ് നമ്പർ കുറവ് എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ പ്രകാരം ആരായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടാവുക, വിസ്കസ് ഫോഴ്സ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടാവുക, വിസ്കസ് എഫക്റ്റ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടാവുക. മീൻസ് എന്താ, അവിടെ എന്തായിരിക്കും, ഫ്ലോ ലാമിനാർ ആയിരിക്കും. ഇനി റെയ്നോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 4000 എന്താണ്, ഫ്ലോ ടർബുലൻ്റ് ആയിരിക്കും. ഇത് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഹൈ വാല്യൂ എന്ന് വെച്ചാൽ ആരായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടാവുക, ഇനേർഷ്യ ഫോഴ്സ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അന്നേരം എന്തായിരിക്കും, ഇനേർഷ്യ ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്തായിരിക്കും, ഹൈലി ഡിസോർഡേർഡ് മോഷൻ ആയിരിക്കും എനിക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുക, എന്തായിരിക്കും, ടർബുലൻ്റ് ഫ്ലോ ആയിരിക്കും. ഇനി ഇൻ ബിറ്റ്വീൻ ഇതാണെങ്കിലോ 2000 and 4000 ആണെങ്കിലോ എന്താ പറയുക, ദർ ഇസ് എ ട്രാൻസിഷൻ ഫ്രം ലാമിനാർ ടു ടർബുലൻറ്റ്. അവിടെ നമുക്ക് ടർബുലൻറ്റും കാണാൻ വേണ്ടി പറ്റും, ലാമിനാറും കാണാൻ വേണ്ടി പറ്റും. ഒരു ട്രാൻസിഷൻ റീജിയനാണ് അവിടെ കാണാൻ വേണ്ടി പറ്റുക. അടുത്തത് കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോസ്. ഒരു ഫ്ലൂയിഡ് ഫ്ലോ കംപ്രസിബിൾ ആണോ അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ ആണോ, അത് സ്പെസിഫൈ ചെയ്യുന്നത് ഏതിൻ്റെ ബേസിലാണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലെവൽ ഓഫ് വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി ഡ്യൂറിങ് ദ ഫ്ലോ. അതായത് ആ ഫ്ലോ നടക്കുന്ന സമയത്ത് ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫ്ലോ കംപ്രസിബിൾ ആണോ ഇൻകംപ്രസിബിൾ ആണോ എന്ന് പറയുന്നത്. എ ഫ്ലോ ഈസ് സെഡ് ടു ബി ഇൻകംപ്രസിബിൾ ഇഫ് ദ ഡെൻസിറ്റി റിമെയിൻസ് നിയർലി കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട്. ദർഫോർ വോളിയം ഓഫ് എവറി പോർഷൻ ഓഫ് ഫ്ലൂയിഡ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഓവർ ദി കോഴ്സ് ഓഫ് ഇറ്റ്സ് മോഷൻ വെൻ ഫ്ലോ ഈസ് ഇൻകംപ്രസിബിൾ. അതായത് റോ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഫ്ലോ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഡെൻസിറ്റി, പ്രഷറും ടെമ്പറേച്ചറും എല്ലാം ഫ്ലോ നടക്കുന്ന സമയത്ത് വേരി ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ്, ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത്തരം ഫ്ലോസിന് എന്താണ് ഇൻകംപ്രസിബിൾ ഫ്ലോ എന്നാണ് പറയുക. അത് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ, ഫിക്സഡ് മാസ് അല്ല ഫ്ലോ ചെയ്യുന്നത്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ഇക്വേഷൻ നോക്കുക. മാസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡെൻസിറ്റി ഫിക്സഡ് മാസ് കൺസിഡർ ചെയ്യുന്നത്, ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആര് കോൺസ്റ്റൻ്റ് ആവും, വോളിയവും കോൺസ്റ്റൻ്റ് ആവും. അതായത് പ്രഷർ വേരിയേഷൻ ആ വോളിയം ചേഞ്ചിന് കാരണമാകുന്നില്ല, അതാണ് പറയുന്നത്. എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പം സോളിഡ് ലിക്വിഡ് ഗ്യാസ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, സോളിഡ്സ് എന്താണ്, ഇൻകംപ്രസിബിൾ ആണ്. ലിക്വിഡിനെ ഒരു പർട്ടിക്കുലർ എക്സ്റ്റെൻറ്റ് വരെ കംപ്രസ് ചെയ്യുക. പിന്നെ ഗ്യാസിനാണെങ്കിലോ, ഗ്യാസിനെ നമുക്ക് ഒരുപാട് കംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇൻകംപ്രസിബിൾ ഫ്ലോന് എക്സാമ്പിൾ എന്താ പറയുക, ലിക്വിഡിൻ്റെ ഫ്ലോസ് അല്ലെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് നമുക്ക് എന്തായിട്ട് പറയാം, ഇൻകംപ്രസിബിൾ ഫ്ലോ ആയിട്ട് പറയാം. ദ ഡെൻസിറ്റീസ് ഓഫ് ലിക്വിഡ്സ് ആർ എസെൻഷ്യലി കോൺസ്റ്റൻറ്റ് ആൻഡ് ദസ് ഫ്ലോ ഓഫ് ലിക്വിഡ് ഈസ് ടിപ്പിക്കലി ഇൻകംപ്രസിബിൾ. അതായത് ഒരു പൈപ്പ് ലൈനിലൂടെ വാട്ടർ പോകുന്നുണ്ട്, ഓക്കെ, നല്ല പ്രഷർ വേരിയേഷൻ വരുന്നുണ്ടെന്ന് വെച്ചോ, എന്നാലും ആ വെള്ളത്തിൻ്റെ എന്താണ് വോളിയത്തിന് അത്ര വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല അല്ലേ, ലിക്വിഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഫ്ലോ ഓഫ് ലിക്വിഡ് എന്തായാലും പറയാം, ഒരു ഇൻകംപ്രസിബിൾ ഫ്ലോന് എക്സാമ്പിളായിട്ട് പറയാം.
ഇനി കംപ്രസിബിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ദ ഫ്ലോ ഈസ് സെഡ് ടു ബി കംപ്രസിബിൾ ഇഫ് ദർ ഈസ് അപ്രീഷിയബിൾ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഡ്യൂറിങ് ദ ഫ്ലോ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ലൊക്കേഷനിലെ ഡെൻസിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. ഇനി കുറച്ചും കൂടെ അപ്പുറം പോയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ ഡെൻസിറ്റി മെഷർ ചെയ്യുന്നത്. നല്ല ചേഞ്ച് ഉണ്ട് ഡെൻസിറ്റിക്ക്. എന്താണ് കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയും. അതിൻ്റെ ഡെൻസിറ്റിക്ക് വേരിയേഷൻ ഉണ്ടെങ്കിൽ അത്തരം ഫ്ലോനെ പറയുന്ന പേരെന്താണ്? കംപ്രസിബിൾ. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു ഫ്ലോ ലെഫ്റ്റ് ടു റൈറ്റ് ഫ്ലോ നടക്കുന്നുണ്ട്. ഈ P2 എന്ന് പറഞ്ഞ പ്രഷർ എന്താണ്? P1-നെക്കാട്ടിയും ഹയർ ആണ്. ഇൻകംപ്രസിബിൾ ആണെങ്കിൽ എന്തായിരിക്കും? അതിന് ഡെൻസിറ്റിക്കൊന്നും ചേഞ്ച് ഇല്ല, സെയിം വോളിയം ആയിരിക്കും. നേരെ മറിച്ച് കംപ്രസിബിൾ ഫ്ലോ നടക്കുന്ന സമയത്ത് എന്താ? ഇവിടെ P1 ഇവിടെ P2 ആണ്. P2 ഗ്രേറ്റർ ദാൻ P1 ആണ്. പ്രഷർ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? പിന്നെ ഡെൻസിറ്റി ചേഞ്ച് വരും, വോളിയം കുറയും. ഓക്കെ, അത്തരം ഫ്ലോന് എന്താണ്? കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയും. പിന്നെ കംപ്രസിബിൾ ഫ്ലോന് എക്സാമ്പിൾ പറയാൻ വേണ്ടി പറ്റുമോ? നമുക്ക് എയറിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലോ കംപ്രസിബിൾ ഫ്ലോ ആണെങ്കിൽ നമ്മൾ പറയാം. പക്ഷേ എന്താണ്, അതെല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. അതിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ട്, അത് മാക് നമ്പറാണ്. മാക് നമ്പർ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? m=v/a അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട്. ഇതിൻ്റെ മീനിങ് എന്താ? ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ഒരു വെലോസിറ്റി ഉണ്ടാവും, അതെനിക്ക് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അതും ആരുടെ റേഷ്യോ ആണ്? വെലോസിറ്റി ഓഫ് സൗണ്ട്. ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറൊക്കെ ഉണ്ടാവും അല്ലേ? അതേപോലെ ഞാൻ വെലോസിറ്റി ഓഫ് സൗണ്ടും കണ്ടുപിടിക്കും. വെലോസിറ്റി ഓഫ് സൗണ്ട് കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, എന്ത് ചെയ്യും? ആ രണ്ട് റേഷ്യോ എടുക്കുന്നത്, ആ കിട്ടുന്ന വാല്യൂ എന്താണ്? മാക് നമ്പറാണ്. ഇനി നമ്മളെ വെലോസിറ്റി ഓഫ് സൗണ്ട് ആയിട്ട് നമ്മളെ റൂം ടെമ്പറേച്ചർ ആയിട്ട് മീൻ സീ ലെവലിൻ്റെ വാല്യൂ എത്രയാണ്? 346 m/s ആണ്. ഓക്കെ, ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്. പിന്നെന്താ? വെലോസിറ്റി ഓഫ് ഫ്ലോ എനിക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ എന്താണ്? എനിക്ക് മാക് നമ്പറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ആ മാക് നമ്പർ വെച്ചിട്ടാണ് നമുക്ക് ഒരു ഫ്ലോ കംപ്രസിബിൾ ആണോ ഇൻകംപ്രസിബിൾ ആണോ എന്ന് പറയാൻ വേണ്ടി പറ്റുക. ലിക്വിഡ് ഫ്ലോസ് ആർ ഇൻകംപ്രസിബിൾ ടു എ ഹൈ ലെവൽ ഓഫ് ആക്യുറസി. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലിക്വിഡ് എന്താണ്? നമുക്ക് ഇൻകംപ്രസിബിൾ ആയിട്ട് എടുക്കാം, വലിയ തെറ്റൊന്നും അതിൽ വരാനില്ല. പക്ഷേ ഗ്യാസ് നമുക്ക് ഡയറക്റ്റായിട്ട് കംപ്രസിബിൾ ആണോ ഇൻകംപ്രസിബിൾ ആണോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അത് ആരുടെ ടേംസിലാണ് പറയുന്നത്? മാക് നമ്പർ കണ്ടുപിടിച്ച് അതിൻ്റെ ടേംസിലാണ് പറയുന്നത്. Gas flow can often be approximated as incompressible if the density change are under about 5%, which is usually the case when Mach number less than 0.3. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ നോർമലി ആലോചിക്കുന്ന സമയത്ത് ഗ്യാസ് ഫ്ലോ എന്തായിരിക്കും? കംപ്രസിബിൾ ആയിരിക്കും അല്ലേ? ഗ്യാസിനെ പെട്ടെന്ന് കംപ്രസ് ചെയ്യാൻ പറ്റും, ഫ്ലോ കംപ്രസിബിൾ ആകുന്നതെന്ന് നമ്മൾ നോർമലി ആലോചിക്കുമ്പോൾ കിട്ടുക. പക്ഷേ എന്താണ്? അതിനെ ഇൻകംപ്രസിബിൾ ആയിട്ട് എടുക്കുക. എപ്പോൾ? മാക് നമ്പർ ലെസ് ദാൻ 0.3 ആണെങ്കിൽ, മാക് നമ്പർ കണ്ടുപിടിച്ചിട്ട് അത് ലെസ് ദാൻ 0.3 ആണെങ്കിൽ ഗ്യാസ് ഫ്ലോ എന്തായിരിക്കും? ഇൻകംപ്രസിബിൾ ആയിരിക്കും. അല്ലാണ്ട് ഗ്യാസ് എന്ന് വിചാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് കംപ്രസ് ചെയ്ത് കംപ്രസിബിൾ ഫ്ലോ ആണെന്ന് വിചാരിക്കാൻ വേണ്ടി പാടില്ല. അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്, അതാണ് മാക് നമ്പർ. അല്ലെങ്കിൽ എന്ത് പറയാം? ദ കംപ്രസിബിലിറ്റി എഫക്റ്റ് ഓഫ് എയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ് അറ്റ് സ്പീഡ്സ് അണ്ടർ അബൌട്ട് can be neglected at speeds under about 100 m/s. അതെ, അതിൻ്റെ സ്പീഡ് ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് 100 m/s. അതിനെക്കാട്ടിയും താഴെയുള്ള വാല്യൂസ് ആണെങ്കിൽ നമുക്ക് എന്തായിട്ട് എടുക്കുക? ഗ്യാസിനെ ഇൻകംപ്രസിബിൾ ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് എപ്പോഴും അത് കംപ്രസിബിൾ എന്നുള്ള രീതിയിൽ കാണാൻ വേണ്ടി പാടില്ല. അടുത്തത് റൊട്ടേഷണൽ ആൻഡ് ഇർറൊട്ടേഷണൽ ഫ്ലോസ്. ആ പേര് കേട്ടാൽ തന്നെ എന്താണ് മനസ്സിലാവുന്നുണ്ടാവും. ആ ഫിഗർ നോക്കിയാൽ ഇതെന്താണ്? ഇറൊട്ടേഷണൽ ഫ്ലോ കാണിച്ചിട്ടുണ്ട്, റൊട്ടേഷണൽ ഫ്ലോവും കാണിച്ചിട്ടുണ്ട്. എന്താ റൊട്ടേഷണൽ ഫ്ലോ? Rotational flow is that type of flow in which fluid particles, while moving along a streamline, also rotate about their own axis. ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട്, കൂടാതെ എന്തുണ്ട്? അതിൻ്റെ ആക്സിസിനെ ബേസ് ചെയ്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. അത്തരം ഫ്ലോ എന്താണ്? റൊട്ടേഷണൽ ഫ്ലോ ആണ്. എന്നാൽ ഇറൊട്ടേഷണൽ ഫ്ലോ എന്തായിരിക്കും? The fluid particles, while flowing along a streamline, do not rotate about their own axis. നോക്കിയാൽ മനസ്സിലാവും. ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ? ഇറ്റ്സ് ഓൺ ആക്സിസിൽ റൊട്ടേഷൻ ഇല്ല. അത്തരം ഫ്ലോനെ പറയുന്ന പേരെന്താണ്? ഇർറൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയും. അടുത്തത് 1, 2 and 3 dimensional flows. Generally, fluid flow involve 3-dimensional geometry and velocity may vary in 3 dimensions. നമ്മളെ നോർമൽ ഈ ഫ്ലൂയിഡ് ഫ്ലോ എന്താണ്? 3D ജോമെട്രി അകത്തെ കൂടെയാണെന്നല്ലേ? പൈപ്പ് പോലെയൊക്കെ എന്താണ്? 3-dimensional ജോമെട്രിയിലെ കൂടെയാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. മീൻസ് എന്താ? വെലോസിറ്റിക്ക് എക്സ് ഡയറക്ഷനിലും
വെലോസിറ്റിക്ക് എന്താണ് എക്സ് ഡയറക്ഷനിൽ വൈ ഡയറക്ഷനിൽ സെഡ് ഡയറക്ഷനിലൊക്കെ എന്തുണ്ടാവും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, വേരിയേഷൻസ് ഉണ്ടാവും. നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യുക വെലോസിറ്റി വെക്ടറിനെ? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആൻഡ് ടി. എക്സ് വൈ സെഡ് എന്താണ് സ്പേസ് ആണ്, ടി ടൈമാണ്. ഇതെന്താണ് ജനറലായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണിത്. ഇനി അതൊരു സ്റ്റഡി ഫ്ലോ ആണെങ്കിലോ പിന്നെ എനിക്ക് ടൈം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി എന്താണ് ദ വേരിയേഷൻ ഓഫ് വെലോസിറ്റി ഇൻ സർട്ടൈൻ ഡയറക്ഷൻ ക്യാൻ ബി സ്മോൾ റിലേറ്റീവ് ടു വേരിയേഷൻ ഇൻ അതർ ഡയറക്ഷൻസ് ആൻഡ് ക്യാൻ ബി ഇഗ്നോർഡ് വിത്ത് നെഗ്ലിജിബിൾ എറർ. എന്താ പറയുന്നത്? ഇപ്പം വെലോസിറ്റി 3 ഡയറക്ഷനിലും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം എക്സ് ഡയറക്ഷനിൽ ഒരു 2 മീറ്റർ പെർ സെക്കൻഡ് ചേഞ്ച്, ഇനി പിന്നെ വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും ചേഞ്ച് എന്ന് വെച്ചാൽ 0.001 മീറ്റർ പെർ സെക്കൻഡ്, 0.002 മീറ്റർ പെർ സെക്കൻഡ്, അത്രയും ചെറിയ മൈന്യൂട്ട് വേരിയേഷൻസേ വരുന്നുള്ളൂ. ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ 2 ഡയറക്ഷനിൽ വൈ സെഡ് ഡയറക്ഷനിലെ ഫ്ലക്ച്വേഷൻസ് എന്ത് ചെയ്യുക? എനിക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അന്നേരം എനിക്ക് ആ ഫ്ലോ എന്തായിട്ട് എടുക്കുക? 1 ഡയമെൻഷണൽ, ഒരു ഡയറക്ഷൻ സെഡ് എക്സ് മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ, ആ രീതിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അതായത് വേരിയേഷൻ ഓഫ് വെലോസിറ്റി ഇൻ സർട്ടൈൻ ഡയറക്ഷൻ ക്യാൻ ബി സ്മോൾ റിലേറ്റീവ് ടു വേരിയേഷൻ ഇൻ അതർ ഡയറക്ഷൻ. അതായത് ഏതെങ്കിലും ഡയറക്ഷനിലെ വെലോസിറ്റി വേരിയേഷൻ എന്ന് പറയുന്നത് അടുത്ത ഡയറക്ഷൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ സ്മോൾ ആണെങ്കിൽ എന്ത് ചെയ്യുക? അത് നെഗ്ലക്റ്റ് ചെയ്യുക. അത്തരം കേസിൽ എന്തായിരിക്കും? ഫ്ലോ ഒന്നിക്കൽ 2 ഡയമെൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ 1 ഡയമെൻഷനിലായിരിക്കും. ഇത് അനാലിസിസിൻ്റെ ഈസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1 ഡയമെൻഷണൽ ഫ്ലോനെ അങ്ങനെ ഡിഫൈൻ ചെയ്യുക. 1 dimensional flow is that type of flow in which flow parameter such as velocity is a function of time and one space coordinate only. 1 dimensional flow എന്ന് വെച്ചാൽ ഒരു സ്പേസ് കോർഡിനേറ്റ്, ഒരു ഡയറക്ഷനിൽ മാത്രമേ എന്തുള്ളൂ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവുന്നുള്ളൂ. ദ വേരിയേഷൻ ഓഫ് വെലോസിറ്റി ഇൻ അതർ ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് ഈസ് നെഗ്ലിജിബിൾ. മാത്തമാറ്റിക്കലി എന്ത് ചെയ്താൽ വി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി. ഇനി ആ ഫ്ലോ സ്റ്റഡി ഫ്ലോ ആണെങ്കിലോ പിന്നെ എനിക്ക് ടൈം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്താ വി സി എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി വരും. ഓക്കെ, വെലോസിറ്റി വെക്ടർ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഒരു സ്പേസ് കോർഡിനേറ്റ് എക്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത്തരം ഫ്ലോ എന്താണ്? 1 ഡയമെൻഷണൽ ഫ്ലോ ആണ്. ഇത് ജനറലാണ്. ഇനി സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ പിന്നെ ടൈം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ടൈം ചേഞ്ച് ചെയ്താലും പ്രോപ്പർട്ടി ചേഞ്ച് ഉണ്ടാവില്ല. ഇനി 2 ഡയമെൻഷണൽ ഫ്ലോ അന്നേരം എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആൻഡ് 2 സ്പേസ് കോർഡിനേറ്റ്. The variation of velocity in third direction is negligible. അങ്ങനെ എഴുതിയിട്ടുണ്ട്. വി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് ടി. ഓക്കെ, 2 സ്പേസ് കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ, ടി ടൈം കോർഡിനേറ്റ് ആണ്. ഏത് സെഡ് ഡയറക്ഷനിൽ എന്താണ് വേരിയേഷൻ നെഗ്ലിജിബിൾ ആണ്. ഈ 2 ഡയറക്ഷനിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സെഡ് ഡയറക്ഷനിലെ നെഗ്ലിജിബിൾ വേരിയേഷൻ ആണ്. അത്തരം ഫ്ലോ എന്താണ്? 2 ഡയമെൻഷണൽ ഫ്ലോ ആണ്. ഇനി 3 ഡയമെൻഷണൽ ആണെങ്കിലോ 3 dimensional flow is that type of flow in which velocity is a function of time and 3 mutually perpendicular directions. മാത്തമാറ്റിക്കൽ എങ്ങനെ ഏതാ? വി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആൻഡ് ടി. ഇവിടെ എന്താണ്? ഇവിടെയും സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ടൈം അങ്ങ് ഒഴിവായി കിട്ടും. വി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് മാത്രമേ വരുള്ളൂ. ഇതാണ് 1 ഡയമെൻഷണൽ ഫ്ലോ, 2 ആൻഡ് 3 ഡയമെൻഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ആ ബാക്കിയുള്ള ഡയറക്ഷൻ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഫ്ലക്ച്വേഷൻ ഇല്ല എന്നല്ല ഇതിൻ്റെ മീനിങ്. അവിടെയുള്ള ഫ്ലക്ച്വേഷൻസ് എന്താണ്? ആ മേജർ ഡയറക്ഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നെഗ്ലിജിബിൾ ആണ്. അതാണ് എൻ്റെ മീനിങ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് ഫ്ലൂയിഡിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്, എല്ലാം ടൈപ്സ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ഫ്ലൂയിഡിൻ്റെ അല്ല, ഫ്ലോസിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് നോ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. യൂണിഫോം എന്ന് പറഞ്ഞാലോ നോ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ അറ്റ് എ ഫിക്സഡ് ടൈം. ഓക്കെ, സ്റ്റഡിനെസ്സിലാണെങ്കിൽ ലൊക്കേഷൻ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നു. ഈസ് ഇറ്റ് പോസിബിൾ ടു ഹാവ് സ്റ്റഡി ബട്ട് നോൺ യൂണിഫോം ഫ്ലോ? സ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോ പോസിബിൾ ആണോ? അതേപോലെ യൂണിഫോം ആൻഡ് അൺസ്റ്റഡി ഫ്ലോ പോസിബിൾ ആണോ? യൂണിഫോം ആൻഡ് സ്റ്റഡി അൺസ്റ്റഡി യൂണിഫോം നോൺ യൂണിഫോമിൻ്റെ കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതൊന്ന് കണ്ടുപിടിക്കുക.